الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഓരോ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. റബ്ബു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളായി മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് ചെയ്തതായിരിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല.
അത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും വിശിഷ്യ മനുഷ്യർക്കും അല്ലാഹു വാരി കോരിച്ചൊരിഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല എടുത്തു പറഞ്ഞ കാര്യമാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. ആ നിഅമത്തുകളിൽ ഒന്നാമതായി നിൽക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നിഅമത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാകുന്ന നിഅമത്താണ്. അതൊരിക്കലും നാം വിസ്മരിച്ചു പോകരുത്. ഓരോ മനുഷ്യനും, പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് കാലെടുത്ത് വെച്ച ഓരോ ആണും പെണ്ണും മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഇസ്സത്തിന്റെ, എൻ്റെ പ്രതാപത്തിന്റെ, എൻ്റെ അഭിമാനത്തിന്റെ മാനദണ്ഡം അത് ഇസ്ലാം മാത്രമാണ്. എൻ്റെ ഐഡന്റിറ്റിയുടെ, എൻ്റെ ഡിഗ്നിറ്റിയുടെ, എൻ്റെ ആദരവിന്റെ അടിസ്ഥാനം അത് ഇസ്ലാം മാത്രമാണ്. ഓരോരുത്തനും അഭിമാനത്തോടു കൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയണം. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. കാരണം അവർക്ക് ഇസ്ലാമിന്റെ വില മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അറേബ്യൻ ജനതയുടെ സാമൂഹികമായ, സാംസ്കാരികമായ സാഹചര്യങ്ങൾ ഇതിഹാസപുടം നോക്കിയാൽ, മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആരായിരുന്നു അവർ? അവർ അടിമകളായിരുന്നു, ആട് മേയ്ക്കുന്ന ആട്ടിടയന്മാരായിരുന്നു, ബലഹീനരായിരുന്നു, വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല, പഠനങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, ഗവേഷണങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെടുന്നത്. ഗോത്രമഹിമ കൊണ്ട് അഭിമാനം നടിക്കുന്നവരായിരുന്നു, ഡംബ് നടിക്കുന്നവരായിരുന്നു, പണം കൊണ്ട് ഡംബ് നടിക്കുന്നവരായിരുന്നു, കവിതകൾ പാടി അഭിമാനം നടിക്കുന്നവരായിരുന്നു. അങ്ങനെ ഡംബ് നടിച്ചിരുന്ന, അഭിജാത്യം നടിച്ചിരുന്ന ആ ജനതയെ ലോകത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ഉത്തമ സമുദായമായി മാറ്റിയത്, അല്ലാഹുവിന്റെ റസൂൽ അവരെ പരിവർത്തിപ്പിച്ചത് ഈ ഇസ്ലാമാകുന്ന ദീനിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വളർത്തിയെടുത്ത, വാർത്തെടുത്ത ആ സമുദായം, ആ ജനാംഗം, ആ ജനാംഗത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? നിങ്ങൾ നോക്ക്, കറുകറുത്ത പാറക്കല്ല് പോലത്തെ കറുകറുത്തിരണ്ട, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാങ്ങി കൊടുക്കുന്ന മുഅദ്ദിനായി മാറിയ ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. അതിസുന്ദരനായ, കാണാൻ നല്ല വെളുവെളുത്ത തുടുതുടുക്കുന്ന മുഖത്തോട് കൂടിയ പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹുണ്ട് കൂട്ടത്തിൽ. റോമക്കാരനായിരുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുണ്ട്. അറബ് വംശജനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവർ, പണമുള്ളവൻ, പണമില്ലാത്തവൻ, haves and have nots, നിറമുള്ളവൻ, നിറമില്ലാത്തവൻ, കുചേലൻ, കുബേരൻ, ഉയർന്ന നിലവാരമുള്ള കുലജാതിക്കാരൻ, വളരെ താഴ്ന്ന മട്ടത്തിലുള്ള, കീഴ്മട്ടത്തിലുള്ള, താഴ്ന്ന മട്ടത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുമാർ, താഴ്ന്ന ഗോത്രക്കാർ,
അവരെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അവര് പാടിയ ഒരു കവിതയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം അവര് പാടിയ ഒരു കവിത. എന്താണ് ആ കവിത? ഒന്ന് കേട്ടു നോക്കൂ. അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു ഇദഫ്തഖറു ബിഖൈസിൻ ഔ തമീമി. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയുമോ? അബിൽ ഇസ്ലാം, അബി അബി, എന്റെ അബ്ബ, എന്റെ വാപ്പ ഇസ്ലാമാണ്, ഞാൻ ഇസ്ലാമിന്റെ മോനാണ്. ലാ അബലി സിവാഹു, ഇസ്ലാം അല്ലാത്തവര് അബ്ബ, ഇസ്ലാം അല്ലാത്തവര് വാപ്പ എനിക്കില്ല. ഇദഫ്തഖറു ബിഖൈസിൻ ഔ തമീമി, മുമ്പ് ഞങ്ങൾ ഖൈസിന്റെ മക്കളാണ് എന്ന് ഡമ്പ് നടിക്കുന്നവരായിരുന്നു. ഞങ്ങൾ തമീം ഗോത്രത്തിന്റെ മക്കളാണ് എന്ന് ഡമ്പ് നടിക്കുന്നവരായിരുന്നു. അല്ലേ? അറബ് നാട്ടിൽ എത്ര ഗോത്രമാണുള്ളത്? കബീല എന്ന് അറബിയിൽ പറയും. എത്ര കബീലയാണ്? എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത കബീലയാണ് അറബ് നാട്ടിലുള്ളത്. അല്ലേ? ബനു കൽബ് കബീല, ബനു നജ്ജാർ കബീല, ഖുസാ കബീല, ഖുദൈൽ, ഹമദാൻ, തയ്യ്, ഖുറൈശി, ഇങ്ങനെയൊക്കെ ഒരുപാട് കബീലകൾ കൊണ്ട് ഫഖർ നടിക്കുന്ന, അഭിമാനം നടിക്കുന്നവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇസ്ലാമിന്റെ പാതയിലേക്ക് ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ അബ്ബ, ഞങ്ങളുടെ വാപ്പ അത് ഇസ്ലാമാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ മക്കളാണ് എന്ന് അഭിമാനത്തോടെ അവർക്ക് പറയാൻ സാധിച്ചത്. ഈ നിലയിൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ പരിവർത്തിപ്പിച്ച് അവരെ മാറ്റിയെടുത്തത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ അഭിമാനത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, അന്തസ്സിന്റെ, നമ്മുടെ ഫഖറിന്റെ, നമ്മുടെ ഐഡന്റിറ്റിയുടെ, നമ്മുടെ ഗൗരവത്തിന്റെ, ഡിഗ്നിറ്റിയുടെ എല്ലാത്തിന്റെ അടിസ്ഥാനം, മാനദണ്ഡം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഭരണകാലത്തെ ഒരു സംഭവം. അദ്ദേഹം സിറിയ, ഷാം പിടിച്ചടക്കുന്നു. ഷാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ജൂതന്മാരുടെ കയ്യിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് അവർ എന്നിട്ട് പിടിച്ചെടുത്തു, ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഷാം, സിറിയ സന്ദർശിക്കാൻ പോകുന്നു. സിറിയ സന്ദർശിക്കാൻ ആരാണ്? അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നായകൻ ഷാം സന്ദർശിക്കാൻ പോവുകയാണ്. കൂടെ ആരുണ്ട്? അബൂ ഉബൈദ എന്ന ഒരു വൃദ്ധനുമുണ്ട്. അങ്ങനെ ഷാമിലേക്ക് പോവുകയാണ്. സാധാരണക്കാരന്റെ വേഷമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ഡംബില്ല, ഒരു ഫഖറില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രധാനമന്ത്രി വരുമ്പോ എങ്ങനെയായിരിക്കും ആ പ്രധാനമന്ത്രി വരിക? ഒരു രാഷ്ട്രപതി വരുമ്പോ എങ്ങനെയായിരിക്കും വരിക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രധാനമന്ത്രിയുടെ, ഒരു രാഷ്ട്രപതിയുടെ സ്ഥാനമാണെന്ന്. അമീറുൽ മുഅ്മിനീനാണ്. സാധാരണക്കാരന്റെ വേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ഷാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒട്ടകത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഷാമിലേക്ക് എത്താനാകുമ്പോ അവിടെ ഒരു വെള്ളത്തിന്റെ ഒരു വെള്ളക്കെട്ട്, വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചേറുള്ള, കെസറുള്ള വെള്ളമാണ്. കാലിങ്ങനെ നടന്നു പോകുമ്പോ ചിലപ്പോ കാലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു? തന്റെ കാലിൽ നിന്നിട്ട് ചെരിപ്പ് അയച്ച് തന്റെ തോളത്തിങ്ങനെ വെക്കുന്നു, തൂക്കിയിടുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഒട്ടകത്തിന്റെ ആ കടിഞ്ഞാണ് ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ച് ആ വെള്ളക്കെട്ട് അങ്ങനെ താണ്ടുന്നു. ഇത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ നായകനാണ്, നേതാവാണ്, ലീഡറാണ്. നിങ്ങൾ അവിടെ ജനസഞ്ചയം, ജനസാഗരങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് ഷാമിൽ. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോ എനിക്കിത് സന്തോഷമാകുന്നില്ല, എനിക്കിത് ഇഷ്ടമാകുന്നില്ല. അവരെങ്കാലം നിങ്ങളെ കാണുമ്പോ എന്തായിരിക്കും വിചാരിക്കുക എന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ
ഉമർ റളിയല്ലാഹു തആല അൻഹു അതിന് നൽകുന്ന മറുപടി എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അബൂ ഉബൈദ ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹു ബിഹി അദല്ലന അല്ലാഹ്. ഇന്നാ കുന്നാ അസല്ല ഖൗമിൻ. അബൂ ഉബൈദ, ഞങ്ങൾ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് കടന്നുപോയി. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. വളരെ വളരെ നിന്ദ്യരായ ഒരു ജനതയായിരുന്നു. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലാഹു തആല ഇസ്ലാമാകുന്ന ദീന് കൊണ്ട് ഇസ്സത്ത് നൽകി. ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകി. فمهما نطلب العزة بغير ما أعزنا الله أذلنا الله. അല്ലാഹു നൽകിയ ഈ ഇസ്സത്ത് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്നിൽ, വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ, വേറെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം, വേറെ ഏതെങ്കിലും ഒരു തത്വസംഹിതയിൽ നാം ഇസ്സത്ത് കാണുക പോയാൽ, അന്തസ്സും അഭിമാനം നാം കാണുക പോയാൽ അല്ലാഹു നമ്മെ ദലീലാക്കി കളയും. എന്താണ് ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്? ഒരാളുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അയാളുടെ വസ്ത്രമല്ല, അയാളുടെ വാഹനമല്ല, അയാളുടെ ജോലിയല്ല, അയാളുടെ പണമോ പത്രാസോ സൗന്ദര്യമോ ഒന്നുമല്ല. ഇസ്ലാം മതി, ഇസ്ലാമാകുന്ന ഇസ്സത്താണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പൊ ആ ഇസ്സത്ത് വിട്ട്, ഇസ്ലാമാകുന്ന ഇസ്സത്ത് വിട്ട് നാം കളിച്ചു പോകരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കാര്യമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ സദാ നേരവും ഓർമ്മിക്കാൻ വേണ്ടി, നിനപ്പിൽ വെക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. 3-ാമത്തെ അധ്യായം എടുത്ത് നോക്കിയാൽ അവിടെ കാണാം, വസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം മനുഷ്യരെ, മറന്നു പോകാൻ പാടില്ല. അല്ലാഹു ഓർമ്മിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയ ഒരു ഉപകാരമുണ്ട്, വലിയ ഒരു നിഅമത്തുണ്ട്. ഇത് കുന്തും അഅദാ, നിങ്ങൾ ഒരു കാലത്ത് ശത്രുക്കളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ശത്രുക്കളായിരുന്നു, ദുശ്മനായിരുന്നു നിങ്ങൾ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അങ്ങനെ ദുശ്മനായ നിങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം നിങ്ങൾ യുദ്ധം നടത്തിയവരാണ്, പോരാട്ടം നടത്തിയവരാണ്. ഹസദും അതേപോലെ തന്നെ വിദ്വേഷവും ഈർഷ്യതയും വെച്ച് പുലർത്തിയവരാണ് നിങ്ങൾ. ചെറിയ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇണക്കമുണ്ടാക്കി. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തെ ജോഡിപ്പിച്ചു. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. അങ്ങനെ അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് ദുശ്മനായ നിങ്ങൾ ഭായിയായി നിങ്ങൾ മാറി, സഹോദരങ്ങളായി മാറി, ഇസ്ലാമിക് ബ്രദേഴ്സുകളായി നിങ്ങൾ മാറി. അല്ലാഹു തആല ഓർമ്മിക്കുകയാണ്. നിങ്ങൾ ഈ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം, മറന്നു പോകാൻ പാടില്ല. വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ ഫഅൻകദകും മിൻഹാ. നിങ്ങൾ നരകത്തിന്റെ അഞ്ചിയിലായിരുന്നു, നരകത്തിന്റെ വക്കിലായിരുന്നു. നിങ്ങൾ നരകാഗ്നിയുടെ വക്കിൽ, നരകത്തിലേക്ക് കടന്നില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് കടന്നു പോകുമെന്ന അവസ്ഥയിലായിരുന്നു നിങ്ങൾ. അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തി ബച്ചവാക്കി. എങ്ങനെ ബച്ചവാക്കി? ഈ ഇസ്ലാമാകുന്ന നിഅമത്ത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? അത് ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇസ്സത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലൂടെയാണ്, ഏതെങ്കിലും ജോലിയിലൂടെയോ സൗന്ദര്യത്തിലൂടെയല്ല. നിങ്ങൾ നോക്കി, ഏറ്റവും വലിയ ലോകം കണ്ട പരിഷ്കർത്താവ്, ഏറ്റവും വലിയ നവോത്ഥാന നായകൻ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു സംശയം വേണ്ട. ഇത് ഞാനോ മുസ്ലിമുകളുടെ അവകാശവാദമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകൻ, ഏറ്റവും വലിയ പരിഷ്കർത്താവ് ആരാണെന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്. ഗൂഗിൾ ഉണ്ടല്ലോ ഇപ്പോ കണ്ടുപിടിക്കാൻ.
ആ ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്, ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഓഫ് ദ വേൾഡ് ആരാണ് നിങ്ങൾ ചോദിച്ചു നോക്ക്. അതിൽ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ പേരല്ല, മഹാത്മാഗാന്ധിയുടെ പേരല്ല, ന്യൂട്ടനെ പോലത്തെ ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ പേരല്ല പറയുന്നത്, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, കാരുണ്യത്തിന്റെ പ്രവാചകനായ അബ്ദുല്ലാഹിയുടെ മകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം നിങ്ങൾ, ആ പരിഷ്കർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇമാം ബുഖാരി ഒരു ഹദീസിൽ കൊടുക്കുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ ബഅസല്ലാഹു നബിയ ഇല്ലാ വഖദ റഅൽ ഗനമ. അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും ആടുമേയ്ക്കുന്നവരായിരുന്നു. ആടുമേയ്ക്കുന്നവരെ വലിയ ഒരു ക്വാളിറ്റി ആയിട്ടാണ് അള്ളാഹു കാണുന്നത്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാല് അത് ആർക്കെങ്കിലും എനിക്ക് പ്രവാചകനാണെന്ന് തീരുമാനിച്ചാലാകാൻ പോകുന്നതല്ല, അത് അള്ളാഹ് സെലക്ട് ആക്കുന്നതാണ് നുബുവത്തും റിസാലത്തും. അപ്പൊ എല്ലാ പ്രവാചകന്മാരും ആടുമേയ്ക്കുന്നവരായിരുന്നു അല്ലേ? പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാം കൊല്ലങ്ങളോളം ആടുമേയിച്ച സംഭവം കാണാം. കൊല്ലങ്ങളോളം ഈജിപ്തിൽ നിന്നിട്ട് മദീന നാട്ടിലേക്ക് അദ്ദേഹം ഓടിപ്പോവുകയാണ് ചില കാരണങ്ങൾ കൊണ്ട് അല്ലേ? അന്ന് പ്രവാചകനൊന്നും അല്ല. അങ്ങനെ മദീന എന്ന നാട്ടിലേക്ക് എത്തി. അവിടെ ശുഐബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹമാണ് അവിടുത്തെ പ്രവാചകൻ. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുന്നു. മൂസയാണെന്ന്, മൂസാ നബി അല്ല. ശുഐബ് നബി അലൈഹി ഇസ്ലാം മൂസയുടെ ആ നല്ല സ്വഭാവവും ആ സത്യസന്ധതയും കണ്ട് സ്വന്തം പെൺമകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ല, ഖുർആനിൽ കാണാം അതൊക്കെ. ആ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാൻ അന്നും മഹറുണ്ട്, കാശില്ല മൂസാന്റെ കയ്യിൽ. അപ്പോ കാക്ക, പെണ്ണിന്റെ പെണ്ണിന്റെ വാപ്പ പറയുന്നു, എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ വിവാഹം നിനക്ക് കഴിച്ചു തരാം, ആടുമയിക്കണം എന്ന ആ ഉപാധിയിൽ. ഇതൊക്കെ ഖുർആനിൽ കാണാം. ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക് ലേ മാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. ആടുമയിക്കണം 8 വർഷം 10 വർഷം വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ആക്കാം. 8 വർഷമായാലും പ്രശ്നമല്ല, 10 വർഷമായാലും പ്രശ്നമല്ല എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ പ്രവാചകന്മാരും ആടുമേയിച്ചു. റസൂൽ പറയുന്നു ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും ആടുമേയിച്ചവരാണെന്ന് പറയുമ്പോ സഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുന്നു, അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും എങ്ങനെയാണോ നബിയെ, നിങ്ങളും ആടുമേയിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആടുമേയിക്കാന്ന് പറഞ്ഞാല് ഒരു താഴ്ന്ന ജോലിയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനത്തോടെ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നഅം, അതെ, ഞാനും ആടുമേയിച്ചിട്ടുണ്ട്. കുന്തു അർആഹാ അലാ ഖറാറീത ലിഅഹ്ലി മക്ക, മക്കക്കാർക്ക് ഏതാനും നാണയത്തുട്ടുകൾ കൂലി നിശ്ചയിച്ച് ഞാനും ആടുമേയിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. അപ്പോ ജോലിയല്ല, ഒരാളുടെ ജോലി നോക്കിയിട്ടല്ല ഇസ്സത്ത് കണക്കാക്കുന്നത്. ഒരാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഇസ്സത്ത്, അതാണ് അയാളുടെ ഇന്റഗ്രിറ്റി എന്ന് നാം മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ, അവിടെ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടായാലും നമുക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല എന്ന് നാം മനസ്സിലാക്കണം. അധികാരം നമ്മുടെ കയ്യിലുണ്ടായാലും ശരി നമുക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല. ഇസ്ലാമാകുന്ന ഇസ്സത്തിനെ, ആ ഡിഗ്നിറ്റിയെ നാം കളഞ്ഞു കുളിച്ചാൽ അവിടെ പിന്നെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഒരു ഭാവി പ്രവചനമായി, ഒരു ഭവിഷ്യോക്തിയായിട്ട് ഈ കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നോക്കൂ, യൂഷിക്കുൽ ഉമമു തദാ അലൈക്കും കമാ തദാ ലകലതു ഇലാ ഖസ്അതിഹാ. ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,
മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതവിഭാഗക്കാർ നിങ്ങളെ അടിച്ചമർത്താൻ വരുന്ന ഒരു കാലമുണ്ടാകും. മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതത്തിന്റെ ആളുകൾ, ശത്രുക്കൾ നിങ്ങൾ അവരുടെ കയ്യിലൊതുക്കാൻ, നിങ്ങൾക്കെതിരിൽ പരസ്പരം പ്രചരണം നടത്തി നിങ്ങൾ അടിച്ചമർത്താനുള്ള ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഉപമിക്കുന്നത് ഏതുപോലെ എന്ന് വെച്ചാൽ, കമാ തദഅല്ലകലതു ഇലാ കസഅതിഹാ, തീറ്റക്കൊതിയന്മാരായ ആളുകൾ ഭക്ഷണപാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീട്ടി നിവർത്തുന്നത് പോലെ, തിന്നാൻ വേണ്ടി കൊതിക്കുന്ന ആളുകളുണ്ടല്ലേ, ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചാൽ ആർത്തിയോടെ പോയിട്ട് ആ പാത്രത്തിൽ ഭക്ഷണം കൈക്കലാക്കിയാൽ പിന്നെ വായിലേക്ക് എത്താൻ എളുപ്പമാണ്. ഇതുപോലെ ശത്രുക്കൾ എന്താക്കും, അവരുടെ കയ്യിൽ നിങ്ങളെ കയ്യിൽ ഒതുക്കാൻ, നിങ്ങളുടെ കയ്യിൽ അവരുടെ കയ്യിന്റെ ഉള്ളിൽ നിങ്ങൾ അകപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കയ്യിന്റെ ഉള്ളിൽ അകപ്പെടുത്തിയാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്താൽ പിന്നെ പ്രശ്നമല്ല, പിന്നെ ഓഫർ കൊടുക്കും, ഓഫറിൽ ഇങ്ങനെ മയങ്ങിപ്പോകും അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറയുമ്പോ സഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, ബൽ അൻതും കസീറുൻ, നിങ്ങൾ ധാരാളമായി ഉണ്ടാകും, പക്ഷേ പ്രയോജനമില്ല, കാര്യമില്ല. കാരണം ഇസ്ലാമാകുന്ന ഇസ്സത്ത് നിങ്ങൾ കളഞ്ഞു കുളിച്ചവരായിരിക്കും. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ, ചപ്പു ചവറുകളെ പോലെ ഒരു ക്വാളിറ്റിയും ഒരു ഡിഗ്നിറ്റിയും ഒരു ഗൗരവവും നിങ്ങൾക്കുണ്ടാവൂല. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. നിങ്ങൾക്ക് ശരിയായ വിശ്വാസം ഉണ്ടാവൂല, അള്ളാഹുവിനോട് ശരിയായ ഭയം ഉണ്ടാവൂല, ഈമാൻ ഉണ്ടാവൂല, ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. മനസ്സിലായോ? ഇന്നതാണല്ലോ. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് എത്ര രാഷ്ട്രങ്ങളുണ്ട്? ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിൽ എത്ര രാഷ്ട്രങ്ങളുണ്ട്? പ്രിയമുള്ളവർ, എന്ത് കാര്യമാണുള്ളത്? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? കാരണം എന്താണ്? ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിയ വലിയ രാഷ്ട്രങ്ങൾ അവരുടെ കയ്യിൽ ഒതുക്കി വെച്ചു. നിങ്ങൾ കള്ളുഷാപ്പ് തുടങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറാണ്. കള്ളുഷാപ്പ്, അതേപോലെ തന്നെ സിനിമാശാലകൾ എല്ലാം ഇന്ന് ധാരാളമായി കാണാം. പേര് മുസ്ലിം രാഷ്ട്രം എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എത്ര സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള പേടി അല്ലാഹു തആല അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയും. ഈമാനുള്ള ആളുകളെ കുറിച്ച് എന്നും ശത്രുക്കൾക്ക് ഭയമുണ്ടാകും. മനസ്സിലാക്കണം നിങ്ങൾ, ഈമാനുള്ള ആളുകളെ കാണുമ്പോൾ ശത്രുക്കൾക്ക് ഭയമുണ്ടാകും. അത് അള്ളാഹ് ഇട്ടുകൊടുക്കുന്ന ഭയമാണത്. അവരുടെ ഈമാൻ, അള്ളാഹുവിന്റെ ആ പ്രകാശം അവരിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു തആല ശത്രുക്കളുടെ മനസ്സിൽ പേടിയിട്ട് കൊടുക്കും മുഅ്മിനീങ്ങളോട്. അതില്ലാതാകും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ദൗർബല്യം ഇടും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള ദൗർബല്യം വഹ്ന് എന്ന വാക്കാണ് റസൂൽ ഉപയോഗിച്ചത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അമൽ വഹ്നു യാ റസൂലല്ലാഹ്, വഹ്ന് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയായിരിക്കും. ഇസ്ലാമിനോടുള്ള സ്നേഹം നിങ്ങൾ ഇന്ന് പോയി, അവിടെ ദുനിയാവിനോടുള്ള സ്നേഹമായിരിക്കും. പിന്നെ മരണത്തോടുള്ള, മരിക്കാനുള്ള ഒരു വെറുപ്പ്, മരിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കാൻ പോലും പറ്റുന്നില്ല. ദുനിയാവിനോടുള്ള ആർത്തി, ഇത് നിങ്ങളെ മനസ്സിന് പിടികൂടും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതായിരിക്കുന്ന ഈ ഹദീസ്, ഇത് നാം സാന്ദർഭികമായി ഇവിടെ മനസ്സിലാക്കണം. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള അനുഭവമാണ്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാമിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ആ ഇസ്സത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത്, ആത്മാഭിമാനം, അത് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا قدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു നമുക്ക് കനിഞ്ഞരുളിയ മഹത്തായ അനുഗ്രഹം. അതിലൂടെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും ഇസ്സത്ത്, അഭിമാനമെന്ന് നാം മനസ്സിലാക്കി. അത് നാം കളഞ്ഞു കുളിച്ചാൽ അവിടെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജാഹിലിയ്യ കാലത്തിൻ്റെ ദുരാചാരമായിരിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള ജാഹിലിയ്യത്ത് കടന്നു വരാൻ നാം ആരും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ സമുദായത്തിലോ ഒരിക്കലും കടന്നു വരാതെ കാത്തു സൂക്ഷിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കാലിൻ്റെ അടിയിൽ ഇട്ട് ചവിട്ടിത്താഴ്ത്തിയതായിരിക്കുന്ന ദുരാചാരമാണ് ജാഹിലിയ്യത്ത് എന്ന് പറയുന്നത്. നമുക്കൊക്കെ പരിചയമുള്ളതാണല്ലോ. ഹജ്ജിന്റെ മാസമല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വിദാ, അവസാനത്തെ വിദായി ഭാഷണ, ആ വിടവാങ്ങൽ പ്രസംഗത്തിലും മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിലുമെല്ലാം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്താണ്? കുല്ലു അംറിൻ മിൻ ഉമൂരിൽ ജാഹിലിയ്യ തഹത ഖദമയ്യ മൗദൂഉൻ. മനുഷ്യരെ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ മുമ്പുള്ള, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ്യ കാലത്തിലെ, അജ്ഞാത കാലത്തിലെ എല്ലാ ദുരാചാരങ്ങളും എന്റെ കാലിന്റെ അടിയിലിട്ട് ഞാൻ ചവിട്ടി താഴ്ത്തുന്നു, ഞാൻ അതിനെ കുഴിച്ചു മൂടുന്നു. ഇനി ആരും അതിനെ ഒക്കി തോണ്ടിയെടുത്ത് രണ്ടാമതിനെ ജീവിപ്പിക്കാൻ നോക്കരുത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിലും മറ്റുമെല്ലാം ഖുറൈശികളെ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ, ഇസ്ലാമിന്റെ മുമ്പ് അവർ വലിയ ഗോത്രമഹിമ കൊണ്ട്, തറവാട്ട് കൊണ്ട്, ഫാമിലി കൊണ്ട്, അഭിജാത്യം കൊണ്ടെല്ലാം ഡമ്പ് നടിക്കുന്ന ആ ഖുറൈശികളെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ये ഖുറൈശ് വംശമേ, ഖുറൈശ് സമുദായമേ, ഇന്നല്ലാഹ ഖദ് അസ്ഹബ അൻകും നഖ്വതൽ ജാഹിലിയ്യ. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് നൽകി ജാഹിലിയത്തിന്റെ എല്ലാ ഫഖർ, ജാഹിലിയത്തിന്റെ എല്ലാ ഡംബ്, ജാഹിലിയത്തിന്റെ എല്ലാ ആഭിജാത്യം അത് തുടച്ചു മാറ്റിക്കളഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. എല്ലാം അല്ലാഹു നോക്കിക്കളഞ്ഞു. പൂർവികന്മാരായ പിതാക്കളെ മഹത്വപ്പെടുത്തി പറയുന്ന ആ ദുരാചാരം, അത് വലിയൊരു ദുരാചാരമാണ്. ഞാൻ ഇന്ന അബ്ബന്റെ മകനാണ്, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ನನ್ನ താത്ത മുത്താത്തനിക്ക് വന്ന് ആനയിട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഈ ഗോത്രമഹിമ നടത്തുന്ന ആളുകളെ പറ്റി ഈ സ്വഭാവമാണ് ഈ പിതാക്കന്മാരെ കൊണ്ട്, പൂർവികരായ പിതാക്കളെ മഹത്വപ്പെടുത്തി പറയുന്ന ഈ ജാഹിലിയത്തിന്റെ ആ ദുരാചാരം നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഇസ്ലാം വന്നതിന്റെ ശേഷം അവർ പാടിയ പാട്ടെന്താണ്? അവർ പാടിയ കവിത എന്താണ്? അബിൽ ഇസ്ലാം, എന്റെ അബ്ബ, എന്റെ പിതാവ് ഇസ്ലാമാണ്. എന്നാൽ മുമ്പ് അവർ പാടിയതോ, ജാഹിലിയ കാലത്തിൽ അവർ പാടിയ പാട്ടും നമുക്ക് ചരിത്രത്തിൽ കവിതാ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അനബുനു ജലാ, മീശനിങ്ങനെ തിരിച്ചിട്ടൊക്കെ ആ ജാഹിലിയ കാലഘട്ടത്തോട് പാടിയ പാട്ടാണ്. മീശ തിരിച്ച്, കോളർ പിടിച്ച്, അനബുനു ജലാ വതല്ലാഹി സനായ മുതഅലിൽ ഇമാമത തഅരിഫൂനി, അവരൊക്കെ പാടിയ പാട്ട്.
പാട്ടാണ്, ഞാൻ ഇന്ന അബ്ബാന്റെ മകനാണ്, അറിയപ്പെട്ട മഷൂറായ ജലാട്ട് ചൊല്ലുക ആളെ മോനാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ഫഖർ നടത്തിയിരുന്ന ഒരു കാലഘട്ടം. കാരണം വിദ്യാഭ്യാസമില്ല, പഠനങ്ങളില്ല അവർക്ക്. ഇതന്നെയാണ് ഇങ്ങനെ പണം കൊണ്ടും അതേപോലെ തന്നെ ഗോത്രമഹിമ കൊണ്ടും എല്ലാം തന്നെ ഡമ്പ് നടിക്കുന്ന ആ ഒരു ജനത. അതുകൊണ്ടാണ് ഖുറൈശികളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വന്നാസു മിൻ ആദം വആദമു മിൻ തുറാബ്. മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും ഒരു ആദമിൽ നിന്നാണ്. ആദം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്. നമ്മളൊക്കെ മണ്ണിന്റെ അംശമാണ്. അവസാനമായി നാം ചേരുന്നതും മണ്ണിലേക്ക് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഓർമ്മിപ്പിക്കുകയാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. ഒരു അറബിക്ക് അനറബിയേക്കാൾ അതൊരു ശ്രേഷ്ഠതയില്ല, അനറബിക്ക് അറബിയേക്കാൾ അതൊരു ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. പിന്നെയോ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ അത് നിങ്ങളിൽ ഏറ്റവും അധികം ഇസ്ലാമിനനുസരിച്ച് ജീവിക്കുന്ന തഖ്വയുള്ളവരാണ്. മക്കളും പ്രിയമുള്ളവർ, എത്ര സുന്ദരമായ ആശയമാണ് മുന്നോട്ട് ഇസ്ലാം വെക്കുന്നത്. എത്ര മനോഹരമായ ആശയമാണ്. സൃഷ്ടാവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന സത്യം, അതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമാകുന്ന ആ അഭിമാനം, ആ ഡിഗ്നിറ്റി നാം കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് ദുനിയാവിൽ രക്ഷയുണ്ട്, ആഖിറത്തിലും രക്ഷയുണ്ട്. അല്ല എങ്കിൽ ദുനിയാവിൽ നമുക്ക് അന്തസ്സില്ല, അഭിമാനമില്ല, രക്ഷയില്ല. നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടവരായിത്തീരും. ഇസ്ലാം അല്ലാത്ത ഒന്നിലാണ് ഒരു മനുഷ്യൻ അന്തസ്സും അഭിമാനം എന്ന് നടിക്കുന്നതെങ്കിൽ അവന് തൊട്ട് ഒന്നും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീരും, നഷ്ടത്തിലായിരിക്കുമെന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കുന്നതോ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ പള്ളിയുടെ മദ്രസയുടെ കലക്ഷനാണ്. ഇത് എല്ലാ ആഴ്ചയും പറയുന്ന കാര്യമാണ്. എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അതേപോലെ മദ്രസ പണിയാൻ വേണ്ടിയുടെ സ്ഥലമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, രജിസ്റ്ററാക്കാനൊക്കെ ബാക്കിയുണ്ട്, ഒരുപാട് തുക അതിനൊക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാം ഇതെല്ലാം കണക്കാക്കിയിട്ട് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മുടെയും അവരുടെയും എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ പടച്ച തമ്പുരാൻ പൂർണ്ണമായ നിലക്ക് ആജിലായ പെട്ടെന്നുള്ള എളുപ്പത്തിലുള്ള വേഗത്തിലുള്ള സുഖം നൽകി അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് സാധുക്കളായ നിരപരാധികളായ ആളുകൾ ജയിൽ ബന്ധിതരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവരെ ജയിലിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. നമുക്കൊക്കെ അറിയാം, അയൽ രാജ്യവുമായിട്ട് വളരെ അശാന്തിയോട് കൂടിയുള്ള അസമാധാനത്തിന്റെ ഒരു വാതാവരണമാണ്, ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന. അയൽ രാജ്യവുമായിട്ട് ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ ഇവിടെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.